മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഹിജാബ് വിഷയം തീർന്നു അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഇന്ന് എന്താണ് നടന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സോണിയ കുരുവിള എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ടൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കൊച്ചി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം ഹൈക്കോടതി മുമ്പാകെ ക്ലോസ് ചെയ്തു. കൊച്ചി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം ഇന്ന് ഹൈക്കോടതിയിൽ വീണ്ടും വാദം നടന്നു. തൻ്റെ മകളെ ആ സ്കൂളിൽ നിന്നും മാറ്റാമെന്നും ഹിജാബ് വിവാദം ഉണ്ടാക്കിയ പിതാവ് കോടതിയിൽ അറിയിച്ചതിനെ തുടർന്ന് ഏറെ കോളിളക്കം സൃഷ്ടിച്ച സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം ഹൈക്കോടതി മുമ്പാകെ ക്ലോസ് ചെയ്തു. വ്യാജ വാർത്താ പ്രചരണം ഉണ്ടാകരുത് എന്ന് മാധ്യമങ്ങളോടും സൈബർ മാനിപ്പുലേഷൻ ഉണ്ടാക്കാതെ നോക്കണമെന്ന് സൈബർ പോലീസിനോടും ഹൈക്കോടതി പ്രത്യേകം ആവശ്യപ്പെടുകയും ഒപ്പം കോൺവെന്റ് സ്കൂളിൽ പഠിച്ച തനിക്ക് ക്രിസ്ത്യൻ സ്കൂളുകളുടെ പ്രവർത്തന രീതി അറിയാം, സിസ്റ്റേഴ്സിനെ കുറിച്ചും നന്നായി അറിയാം എന്ന വളരെ പോസിറ്റീവായ കമന്റുകളും ജഡ്ജി VG അരുൺ പറയുകയുണ്ടായേ. അതായത് ഹൈക്കോടതിയിൽ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് എന്താണ് നടക്കുക എന്ന് കേരളം ഉറ്റുനോക്കിയിരുന്നു. എന്നാൽ ഇതിൽ കൃത്യമായിട്ട് പറയുന്നു, ഹിജാബുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഇന്ന് വീണ്ടും വാദം നടന്നു. അതിനുശേഷമാണ് ഈ പ്രശ്നമുണ്ടാക്കിയ ആള് തൻ്റെ മകളെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം ക്ലോസ് ചെയ്തതായിട്ടാണ് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ലക്ഷ്യങ്ങൾ ഇല്ലായിരുന്നോ? ബോധമുള്ള ഓരോ മലയാളിയും ചിന്തിക്കേണ്ടത് തന്നെയാണ്, ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ആരെന്തു പറഞ്ഞാലും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ടു പോകുന്ന ഒരു സുപ്രഭാതത്തിൽ അഡ്മിഷൻ എടുത്ത് 4 മാസങ്ങൾക്ക് ശേഷം ഒരു പ്രശ്നമുണ്ടാക്കിയതിനെ ബോധമുള്ള മലയാളികൾ പ്രശ്നമായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ലാത്ത വിഷയമാണ്. ആ പാരന്റിന്റെ പിന്നിൽ നിന്ന് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ സ്ഥാപനത്തിന്റെ ലീഗൽ അഡ്വൈസർ തന്നെ വ്യക്തമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞതാണ്, മറ്റ് മുസ്ലിം വിദ്യാർത്ഥികളുടെ പാരന്റിന്റെ അടുത്തേക്ക് ആളുകൾ വരുന്നു. ആ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് മുസ്ലിം പാരന്റ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഞങ്ങളോട് പറയുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഹിജാബ് ധരിച്ച് തങ്ങളുടെ മക്കളെ അവിടേക്ക് പറഞ്ഞയക്കാൻ ആളുകൾ നിർബന്ധിക്കുന്നു എന്നും ലീഗൽ അഡ്വൈസർ മാധ്യമങ്ങളോട് പറഞ്ഞതും നമ്മൾ വളരെ വ്യക്തമായിട്ട് കേട്ടിട്ടുള്ളതാണ്. പിന്നീട് സത്താർ പന്തലൂർ എന്ന സംസ്ഥ നേതാവ് രംഗത്തെത്തിയിട്ട് ഹിജാബ് ധരിക്കാത്ത രീതിയിൽ എത്ര സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ നടത്തുന്നുണ്ട്. അത്തരം സ്ഥാപനങ്ങൾ മുന്നോട്ട് പോവണോ പോവണ്ടേ എന്ന് നമുക്ക് തീരുമാനിക്കാമെന്നുള്ള പച്ചവർഗീയതയുമായിട്ട് സംസ്ഥ നേതാവ് പോലും രംഗത്ത് ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോ ഈ ഒരു പ്രശ്നമുണ്ടായതൊന്നും വെറുതെ ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ആവശ്യമാണെന്ന് ബോധമുള്ള ഒരു മലയാളിയും ഒരിക്കലും കരുതേണ്ട. ഇവർക്ക് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ആ അജണ്ട വിജയിച്ചോ എന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിക്കേണ്ടത്. ഇവർക്ക് 1-2 പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഈ സ്ഥാപനത്തിലേക്കൊന്ന് കടന്നു കയറാൻ, അതായത് ഹിജാബ് ധരിച്ചു കടന്നു കയറാനുള്ള ഒരു അവസാന ശ്രമം ഹൈക്കോടതിയുടെ അടുത്തേക്ക് എത്തിയതാ. വാദം കഴിഞ്ഞതോടുകൂടിയിട്ട് ഏകദേശം കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായിട്ട് തന്നെയാണ് ഇവരെന്തു പറഞ്ഞിട്ടുള്ളത്, അതങ്ങ് ക്ലോസ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. ഇനിയും ഹൈക്കോടതി ഇത് യൂണിഫോം ധരിക്കൽ നിർബന്ധമാക്കി, യൂണിഫോം ധരിക്കൽ അതുപോലെ നടക്കട്ടെ എന്നെങ്ങാനും പറഞ്ഞാൽ വലിയ അടിയായിരിക്കും സുഡാപ്പികൾക്ക് കിട്ടുക. ആ ഒരു അടി താങ്ങാനാവാത്തത് കൊണ്ടും പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ഒരു വിധി വന്നു കഴിഞ്ഞാൽ പ്രശ്നക്കാരായിട്ടുള്ള പാരന്റ്സ് പ്രശ്നക്കാര് തന്നെയാണെന്ന് കേരളത്തിലെ സകല ആളുകളും അങ്ങ് മനസ്സിലാക്കും. അതുണ്ടാവാതിരിക്കാൻ വളരെ വലിയൊരു നീക്കം തന്നെയാണ് സുഡാപ്പികൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. പാരന്റ്സ് അത് ക്ലോസ് ചെയ്തു. സുഡാപ്പികളുടെ നിർദ്ദേശപ്രകാരം തന്നെ പാരന്റ്സ് അതൊക്കെ ക്ലോസ് ചെയ്ത് രംഗത്ത് വന്നിട്ട് ഒരു ഇരവാദം, എവിടെയും അങ്ങനെയാണല്ലോ, ഒരു ഇരവാദം. ഈ ഫസ്റ്റ് ഉണ്ടാക്കിയ വിഷയത്തെ കുറിച്ചൊന്നും ഒരു ചർച്ചയും ഉണ്ടാവില്ല. ഇനി ഇരവാദം മാത്രമേ ഉണ്ടാവൂ. നമ്മൾ അവിടെ നിന്ന് പിൻവാങ്ങിയതാണോ എന്ന ആ ഇരവാദം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവര് കൃത്യമായിട്ട് അവിടുന്ന്
പിൻവാങ്ങിയിട്ടുള്ളത്, ഞങ്ങൾ മാറുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് ഒരു പാരന്റ് മറ്റൊരു പാരന്റ് രംഗത്തെത്തിയ 2 വിദ്യാർത്ഥികൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഒരു ശ്രമമായിരുന്നു ഇത്, സുഡാപ്പികളുടെ വലിയൊരു ശ്രമം. 4 മാസം മുമ്പ് ഒരു പുതിയ അഡ്മിഷൻ വരുന്നു, അതിനുശേഷം ഒരു 4 മാസം ഓരോ പ്രശ്നവുമില്ലാതെ, ഒരു ഹിജാബും ഇല്ലാതെ അവിടെ പഠിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ അവിടെ പ്രശ്നമുണ്ടാക്കുന്നു. ആ പ്രശ്നമുണ്ടാക്കിയതിന്റെ ഭാഗമായിട്ട് പരമാവധി ആളുകളുടെ പാരന്റ്സിന്റെ അടുത്തേക്ക് പോയിട്ടും 2 വിദ്യാർത്ഥികൾ അവിടുന്ന് മാറ്റിക്കാൻ ഒരു ലക്ഷ്യം അവർക്ക് നിറവേറ്റാൻ സാധിച്ചു. ആകെ 2 പേരെ കിട്ടിയിട്ടുള്ളൂ. സകല മുസ്ലിം വിദ്യാർത്ഥികളെയും അവിടെ നിന്ന് മാറ്റി മറ്റ് മുസ്ലിം മാനേജ്മെന്റുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് തകർന്നു പോയി. ആകെ ഒരു പാരന്റ് മാത്രമേ അനുകൂലമായിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ഈ ഇലക്ഷനിൽ നമ്മൾ എന്ന ചിന്ത ഉണ്ടാവാൻ വേണ്ടി ഒരു വലിയ വർഗീയത തന്നെയല്ലായിരുന്നോ ഇതിലൂടെ സുഡാപ്പികൾ ലക്ഷ്യം വെച്ചത്? വരുന്ന പഞ്ചായത്ത് ഇലക്ഷനില്, വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഇവിടെ ഹിജാബ് പോലും ധരിക്കാൻ പറ്റില്ലോ എന്ന തരത്തിലുള്ളൊരു പ്രചരണം നടത്തിയിട്ട് സകല വോട്ടുകളും ഒരേ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം കൂടി ഇതിൽ നടന്നിട്ടുണ്ട്. എന്നാൽ ബോധമുള്ള മതഭേദമന്യേ സകല മലയാളികളും തിരിച്ചറിഞ്ഞു പ്രശ്നമുണ്ടാക്കിയത് പാരന്റ്സ് ആണ്. മാനേജ്മെന്റിന് ഒരു വിഷയമില്ല ഇതില്. അവര് സാധാരണയായിട്ട് സ്ഥാപനം കഴിഞ്ഞ 30 വർഷമായിട്ട് നടത്തി പോവുക. അല്ലാതെ കഴിഞ്ഞ ദിവസമൊന്നല്ല ഈ പറഞ്ഞ ഹിജാബ് വേണ്ട എന്ന് തീരുമാനിച്ചത്. കഴിഞ്ഞ 30 വർഷത്തിലധികമായിട്ട് ഒരു ഹിജാബും ഇല്ലാതെ അവർ മുന്നോട്ട് പോവുക, ഒരു പ്രശ്നവുമില്ലാതെ. പിന്നെ അവിടുത്തെ പ്രിൻസിപ്പാളൊക്കെ ഒരു മതത്തിനും എതിരല്ല, ഒരു ഹിജാബിനും എതിരല്ല. മുഖം തന്നെ മറച്ചിട്ടുള്ള പാരന്റ്സിന്റെ കൂടെ സ്റ്റേജിലൊക്കെയുള്ള ഫോട്ടോസുകൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഒരു മതത്തിന് അവരും എതിരല്ല. അവര് യൂണിഫോം നിർബന്ധമാണ് എന്നേ പറയുന്നുള്ളൂ. ഒരാൾ ഏത് മതത്തിൽ, അതൊക്കെ ഓരോ വ്യക്തികളുടെയും താല്പര്യങ്ങൾ തന്നെയാ, അതിനെല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ യൂണിഫോം നിർബന്ധമാണ് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ. ഇവിടെ സുഡാപ്പികൾ ഒരു വലിയ അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഇലക്ഷൻ ആവാൻ പോകുന്നു, സകല വോട്ടും ഒരു സ്ഥലത്തേക്ക് തന്നെ പെട്ടിയിലാവാനുള്ളൊരു നീക്കം തന്നെയാണ് ഇത് നടത്തിയത് എന്നുള്ളതൊന്നും ഒരു തർക്കമില്ലാത്ത വിഷയം തന്നെയാണ്. ഇത് ഇരവാദത്തിന് വേണ്ടിയാണ് അവര്, ഒരു നല്ല പുള്ളി ചമയലാണ്. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. ഈ പാരന്റിന് മാന്യം മര്യാദക്ക് ഒരു താല്പര്യമില്ലെങ്കിൽ അവരോടൊരു സുഡാപ്പികളെയും കൂട്ടാതെ സ്വന്തമായിട്ട് റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് മകൾ ഇങ്ങനെ വരണമെന്നാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ അവര് അംഗീകരിക്കുകയോ അംഗീകരിക്കാതെയോ ഇരിക്കട്ടെ. ആ സമയത്ത് എന്താണോ തീരുമാനമെടുക്കേണ്ടത് ഒരു പ്രശ്നവുമില്ലാതെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോവാമായിരുന്നു. ഇതെന്താ ഈ പാരന്റ്സ് ഉണ്ടാക്കിയത്? സുഡാപ്പികളെയും കൊണ്ടുവന്നു. ഉറഞ്ഞു തുള്ളിയ പാരന്റിനെ നമ്മൾ എല്ലാവരും വീഡിയോകളിലൂടെ കണ്ടതാ. ഇത് കൃത്യമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കലായിരുന്നു. ഇത് കൃത്യമായിട്ട് സുഡാപ്പി അജണ്ടയായിരുന്നു. അവര് സലയും കുത്തി വീഴും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് കോടതിയിൽ നിന്നൊരു പിന്മാറ്റം ഉണ്ടായത്. ഏതായാലും ഈ സെൻട്രൽ താസ് മാനേജ്മെന്റ് നട്ടല് നിവർത്തി നിന്നതുകൊണ്ട് സുഡാപ്പിസത്തിന്റെ മുട്ടുമടക്കല് നമ്മൾ കണ്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ പാരന്റ് ഏതായാലും പിൻവാങ്ങിയിട്ട് പോയതും വളരെ നല്ല കാര്യം. ഒരു പ്രശ്നത്തിനൊന്നും തുടരാതെ നമ്മൾ സമാധാനത്തിൽ മുന്നോട്ട് പോവുക. ഇവിടെ ഒരു സുഡാപ്പി അജണ്ടയും നടക്കൂല. നിങ്ങൾക്ക് ഹിജാബ് ധരിക്കണോ, നിങ്ങൾ ഇഷ്ടം പോലെ ധരിച്ചോളൂ, ഇവിടെ ഓരോ പ്രശ്നമില്ല. പക്ഷെ യൂണിഫോം എന്താണ് അതിനനുസരിച്ച് നോക്കിയിട്ട് അഡ്മിഷൻ എടുക്കുക. ഇങ്ങനെയല്ലേ ഇവിടെ എല്ലാ ആളുകളും അഡ്മിഷനും ജോലിക്ക് പോകുന്നതും സകലതും ചെയ്യുന്നത്. പിന്നെ ഞങ്ങളേതുപോലെ തന്നെ സകലതും നടത്തിയേ പറ്റൂ, അതൊന്നും ഇവിടെ നടക്കില്ല. ഇവർക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം ഇവർക്കെതിരെ നമ്മുടെ കേരളത്തിൽ ശബ്ദങ്ങൾ ഉയർന്നു എന്നുള്ളതും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. സുഡാപ്പികൾക്ക് അവരുടെ ഒരു അജണ്ടയും നടത്താൻ സമയമായിട്ടില്ല എന്നുള്ളതും അവര് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരുടെ അജണ്ടയൊന്നും ഇനി ഒരിക്കലും നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോവില്ല എന്നുള്ളതും വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. കാരണം അതൊക്കെ കേരളത്തിലെ പൊതുജനം മതഭേദമന്യേ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. സുഡാപ്പികൾ വളർന്നു കഴിഞ്ഞാൽ മതഭേദമന്യേ സകല മനുഷ്യർക്കും പ്രശ്നമാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം.